മലയാള സിനിമാസ്വാദകർ ഏറെ നാളെ കാത്തിരിക്കുന്ന സിനിമയാണ് രണ്ടാമൂഴം. സിനിമ ഉടൻ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം ചില സൂചനകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് അതേക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിൽ ഭീമനായി ഋഷഭ് എത്തുമെന്ന അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. മലയാള സിനിമാസ്വാദകർ കഴിഞ്ഞ കുറേ കാലമായി കാത്തിരുന്നൊരു സിനിമയുണ്ട്. അതുല്യ പ്രതിഭ MTയുടെ സ്വപ്ന സിനിമയായിരുന്ന രണ്ടാമൂഴം. സിനിമ ഉടനുണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം MTയുടെ മകൾ അശ്വതി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് അതേക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഋഷഭ് ഷെട്ടി ചിത്രത്തിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു. രണ്ടാമൂഴം ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്നെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട്. പക്ഷേ ചിത്രത്തിൽ ഭീമനായി ഋഷഭ് എത്തുന്നു എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ഭീമനായി എത്തുന്നത് മോഹൻലാൽ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റിൽ പലരും ഫാൻ മോഡ് പോസ്റ്ററുകളും പുറത്തിറക്കി. ഇതോടെ മലയാളികളുടെ ഉള്ളിൽ മോഹൻലാലായി ഭീമൻ കഥാപാത്രം. ഋഷഭ് ഷെട്ടി വേണ്ട, ഞങ്ങളുടെ ലാലേട്ടൻ മതി എന്നാണ് ആരാധകർ കമന്റുകളായി കുറിക്കുന്നതും. മോഹൻലാലിനേക്കാൾ അനുയോജ്യം ആരുമില്ല. ഭീമന്റെ ആത്മസംഘർഷങ്ങളെ പ്രതിഫലിക്കാൻ അദ്ദേഹത്തിനെ കഴിയൂ. രണ്ടാമൂഴത്തിലെ ഭീമൻ ഇനി ആര് ചെയ്താലും ആ നോവൽ വായിക്കുമ്പോൾ മോഹൻലാലിന്റെ മുഖമാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എന്നാൽ ഋഷഭ് ഷെട്ടി ഭീമനായാൽ നന്നാവുന്നു എന്ന് പറയുന്നവരും ധാരാളമാണ്. ഋഷഭ് സിനിമ സംവിധാനം ചെയ്താൽ നന്നാവുമെന്നും ഗംഭീര ക്ലൈമാക്സും ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസും ഒക്കെ ലഭിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. ഇതിനിടയിലെ രണ്ടാമൂഴം സിനിമയാക്കിയാൽ ആരൊക്കെ അഭിനേതാക്കളായി വരുമെന്നും ആ കഥാപാത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നവരും ധാരാളമാണ്. മലയാളത്തിൽ നിന്നാണെങ്കിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ടൊവിനോ നല്ലതായിരിക്കും. മറ്റ് ഭാഷയിലാണെങ്കിൽ പ്രഭാസ്, കമൽഹാസൻ, വിക്രം, ഋഷഭ് ഷെട്ടി ഈ വേഷം ചെയ്താൽ സൂപ്പറായിരിക്കുമെന്നും കമന്റുകളുണ്ട്. എന്തായാലും ആരാകും രണ്ടാമൂഴത്തിന്റെ സംവിധായകനെന്നും കഥാപാത്രമെന്നും വൈകാതെ അറിയാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.